Hi everyone, this is Annapurni and welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 2022ൽ ഞാൻ വായിച്ച ബുക്കുകളും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് റിവ്യൂസുമാണ്. ഈ വർഷം വായിച്ചിട്ടുള്ള എല്ലാ ബുക്സിൻ്റെ റിവ്യൂ ആയതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ അല്ല നമ്മൾ ചെയ്യുന്നത്, ഒരു 1-2 സെൻറ്റൻസസിലുള്ള റിവ്യൂ ആയിരിക്കും. 2022ലാണ് ഞാൻ റീഡിങ് ഹാബിറ്റ് ആക്കിയത്. ഈ വർഷം ഒരു 11 ബുക്സ് ഞാൻ വായിച്ച് തീർത്തു. പിന്നെ ഇതല്ലാതെ ഒരു 4-5 ബുക്ക് വായിച്ച് പാതിയിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബുക്ക് ലിസ്റ്റുകളൊക്കെ നോക്കാം. ബുക്ക് നമ്പർ 1, അറ്റാക്ക് യുവർ ഡേ ബിഫോർ ഇറ്റ് അറ്റാക്സ് യു. ഇതൊരു നോൺ ഫിക്ഷൻ ബുക്കാണ്. നമുക്ക് എഫക്റ്റീവായിട്ട് എങ്ങനെയൊക്കെ ടൈം മാനേജ് ചെയ്യാം എന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. എസ്പെഷ്യലി കളർ യുവർ ചോയ്സസ് എന്നൊരു ചാപ്റ്റർ എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കുറേ ജേർണലിങ്ങിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇത്ര റെപ്പറ്റേറ്റീവായി പറഞ്ഞ പോലെ തോന്നി. അപ്പോൾ ഇതാണ് ഈ ബുക്കിനെ കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. ബുക്ക് നമ്പർ 2, ദ ഹോൾ ബ്രെയിൻ ചൈൽഡ്. ഇതൊരു പാരൻറ്റിങ് ബുക്കാണ്. ഇതിൽ ഓരോ പ്രായത്തിലും കുട്ടികളുടെ ബ്രെയിൻ എങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അപ്പോൾ ഓരോ സ്റ്റേജിലും കുട്ടികൾ ഓരോ പ്രവൃത്തികൾ എന്തുകൊണ്ട് കാണിക്കുന്നു, അതിന് നമ്മൾ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാം എന്നൊക്കെയാണ് ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ബുക്ക് നമ്പർ 3, ഇക്കിഗൈ. ഈ ബുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു ബുക്കാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്, നമ്മുടെ ഉള്ളിലെ ഇക്കിഗൈനെ കണ്ടെത്തി നമ്മുടെ ജീവിതം എങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെയാണ് ഈ ബുക്കിൻ്റെ മെയിൻ തീം. ഈ ബുക്കിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബുക്ക് നമ്പർ 4, ടൈം ടു പാരൻറ്റ്. ഇതും ഒരു പാരൻറ്റിങ് കാറ്റഗറിയിൽ വരുന്ന ബുക്കാണ്. പാരൻറ്റിങ്ങും സെൽഫ് കെയറും കൂടിയിട്ടാണ് ഈ ബുക്കിലുള്ളത്. അതായത് ഹൗ ടു റേസ് എ ഹ്യൂമൻ ബീങ് ബൈ ബീയിങ് എ ഹ്യൂമൻ ബീങ്, ഇതാണ് ഈ ബുക്കിൻ്റെ മെയിൻ തീം. പാരൻറ്റിങ്ങും സെൽഫ് കെയറും എങ്ങനെയൊക്കെയാണ് ഇൻ്റർ റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് എന്നൊക്കെയാണ് ഈ ബുക്കിൽ കൂടുതലും പറഞ്ഞിട്ടുള്ളത്. ബുക്ക് നമ്പർ 5, ദ യൂട്യൂബ് ഫോർമുല. ഇതൊരു നോൺ ഫിക്ഷൻ ജേർണലിൽ വരുന്ന ബുക്കാണ്. ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ കണ്ണിൽപ്പെട്ട ബുക്കാണ്. കുറച്ച് യൂസ്ഫുൾ ഇൻഫർമേഷൻസ് ഇതിൽ നിന്ന് കിട്ടിയെങ്കിലും ഈ ബുക്ക് ഫുള്ളായിട്ട് അത്ര യൂസ്ഫുൾ ആണെന്ന് എനിക്ക് അത്ര തോന്നിയിട്ടില്ല. പിന്നെ കുറേ അച്ചീവ് ചെയ്ത ആൾക്കാരുടെ എക്സാമ്പിൾസ് ഒക്കെ തരുന്നുണ്ട്, അത് ഇത്തിരി ഇൻസ്പയറിംഗ് ആയി തോന്നി. ബുക്ക് നമ്പർ 6, അറ്റോമിക് ഹാബിറ്റ്സ്. ഈ ബുക്കിനെ കുറിച്ച് സിമ്പിളായി പറയണമെങ്കിൽ വാവ്, ഇറ്റ്സ് എൻ അമേസിങ് ബുക്ക്. കുറച്ച് വലിയ ബുക്കാണ്, ബട്ട് റിയലി വർത്ത് ഇറ്റ്. നമ്മുടെ ലൈഫിൽ ഓരോ നല്ല ഹാബിറ്റ്സും എത്ര സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ ബാഡായിട്ടുള്ള ഹാബിറ്റ്സ് നമുക്ക് എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റും എന്നൊക്കെയാണ് ഈ ബുക്കിൽ പറയുന്നത്. ബുക്ക് നമ്പർ 7, സ്റ്റാർട്ട് ബിഫോർ യു ആർ റെഡി. ഒരു ഓണ്ടർപ്രണർ ആകണമെന്ന ഒരാൾക്ക് എങ്ങനെയാണ് ലൈഫിലും വർക്കിലും ഒക്കെ എക്സ്ട്രാ ഓർഡിനറി സക്സസ് കിട്ടുക എന്നൊക്കെയാണ് ഈ ബുക്കിൽ പറയുന്നത്. ഈ ബുക്കിൽ ഓഥർ തൻ്റെ ബിസിനസ് എങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ടൈറ്റിൽ പോലെ തന്നെ സ്റ്റാർട്ട് ബിഫോർ യു ആർ റെഡി. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിന്നാൽ ഒന്നും നടക്കാത്ത പോലെ ആവും. അതുകൊണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ്, പിന്നെ അതിൻ്റെ വഴിക്ക് വർക്ക് ചെയ്ത് പോവുക. അതാണ് ഈ ബുക്കിൻ്റെ തീം. ബുക്ക് നമ്പർ 8, ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. ഇതൊരു സെൽഫ് ഹെൽപ്പ് ബുക്കാണ്. കുറേ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സിലൂടെ നമ്മുടെ ലൈഫ് എങ്ങനെ മനോഹരമാക്കാം എന്നാണ് ഓഥർ പറയുന്നത്. ഇതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇനിയും കുറേ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹവുമുണ്ട്. നോക്കാം നമുക്ക്. ബുക്ക് നമ്പർ 9, ദ ബുള്ളറ്റ് ജേർണൽ മെത്തേഡ്. വായന ശീലമാക്കിയപ്പോൾ ജേർണലിംഗ് ചെയ്യണമെന്ന് ഇൻസ്പയർഡായി. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും പ്രത്യേകിച്ചൊരു ഫോർമാറ്റൊന്നും ഇല്ലാതെ ജേർണലിംഗ് ചെയ്തു തുടങ്ങി. പിന്നെയാണ് അറിയാനിടയായത് ബുള്ളറ്റ് ജേർണൽ എന്നൊരു മെത്തേഡുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയ ബുക്കാണ് ദ ബുള്ളറ്റ് ജേർണൽ മെത്തേഡ്. ഈ ബുക്കിൽ ബുള്ളറ്റ് ജേർണലിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഓഥർ പറയുന്നത്. ബുക്ക് നമ്പർ 10, ഈറ്റ് ദാറ്റ് ഫ്രോഗ്. ഇത് ഒരു ടൈം മാനേജ്മെൻറ്റ് ബുക്കാണ്. ഇതിൽ 21 ചാപ്റ്റേഴ്സിലൂടെ നമ്മുടെ വിലപ്പെട്ട സമയം പ്രയോറിറ്റൈസ് ചെയ്ത് എങ്ങനെയൊക്കെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. നമ്മൾ എല്ലാ ദിവസവും ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് ഇതിലെ ഒരു ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ട് ആരംഭിച്ച് നോക്കും, നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. ബുക്ക് നമ്പർ 11, മൈ ഡാർലിംഗ്. 2022ൽ ആകെ കൂടി ഞാൻ വായിച്ചിട്ടുള്ള ഒരു ഫിക്ഷൻ ബുക്കാണിത്. ഇത് ത്രില്ലറാണ്. ചെറിയ ചെറിയ ചാപ്റ്റേഴ്സിലൂടെയാണ് സ്റ്റോറി പോകുന്നത്. അതുകൊണ്ട് തന്നെ വേഗം വായിച്ചു തീർക്കാനും പറ്റുന്നുണ്ട്. അടുത്ത എന്ത് സംഭവിക്കും എന്നൊരു പ്രതീക്ഷ എപ്പോഴും ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഓവറോൾ അത്ര പ്ലീസിങ് ആയിട്ടല്ല സ്റ്റോറി ലൈൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ ബുക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയാണ് 2022ൽ ഞാൻ വായിച്ചിട്ടുള്ള ബുക്സ്. ഇനി കുറച്ച് ബുക്സൊക്കെ പാതി വായിച്ച് നിർത്തിയിരിക്കുകയാണ്.
അപ്പോൾ ആ ബുക്കിൻ്റെ റിവ്യൂ ഇല്ലെങ്കിലും ഞാനത് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ദ സർക്കേഡിയൻ കോഡ്, ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, റേസിംഗ് ആൻ ഓർഗനൈസ്ഡ് ചൈൽഡ്, നോ ഡ്രാമ ഡിസിപ്ലിൻ, വോയിസ് ലെസൺസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ 2022 റീഡ്സ്. ഇനി ഓരോ ബുക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ ചെയ്യാം. നിങ്ങളുടെ 2022 റീഡ്സ് എന്തൊക്കെയായിരുന്നു എന്ന് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. കീപ്പ് ഓൺ റീഡിങ്. ബൈ.